അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ചീരയ്ക്കും പയറിനൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് നട്ട പച്ചച്ചീര, ചുവന്നീര, വെണ്ടയ്ക്ക് ചെറുതായിട്ട് മുളച്ചിട്ടേ ഉള്ളൂ. പയർ പിന്നെ ഇതായിട്ടുണ്ട്. നമ്മളിതെല്ലാം എടുത്ത് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാൻ നടത്താം. അപ്പോൾ നമ്മളിത് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാൻ പോവാ. നന്നേ വീഡിയോ എടുക്കാനുള്ള ചേട്ടനല്ല. അതിനിപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ നല്ല ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പ്രശ്നമല്ല, നമ്മളെന്തായാലും വീഡിയോ എടുക്കും. നമ്മൾ വേഗത്തേക്കെല്ലാം വെച്ച് കഴിഞ്ഞു. ചെത്തി കാണിക്കാൻ പറഞ്ഞു അമ്മയുടെ ചെത്തിപ്പൂ. നമ്മുടെ പാലത്തിൻ്റെ വലിപ്പം കൂട്ടിയതാട്ടോ, കരിമ്പിലാക്കൽ ബിൽഡേഴ്സ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പാലം. ഇവിടം വരെ നമ്മുടെ പാലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടം വരെ പാലാക്കി. നമ്മുടെ വണ്ടി നേരെ ഇറക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തോട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റണം, വണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ മുട്ടുമെന്ന് പറഞ്ഞേ. എന്നിട്ട് നമ്മളിത് തക്കാളിയുടെ വിത്ത് നടാൻ. ഇത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതെല്ലാം നട്ടാണ്ടപ്പോൾ ഒന്നോടെ ഇതിലേക്കും കൂടെ പുല്ല് പറിച്ചിട്ടങ്ങ് നടാൻ നടത്തും. തക്കാളി തരം നട്ടില്ലാന്ന്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നട്ടിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ നട്ടത്. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളല്ലേ, ഇന്ന് തിങ്കളാഴ്ച ആയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വീണ്ടും മുളച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ. ഇതിനകത്ത് പച്ചച്ചീര ഇട്ടത് കൂടിപ്പോയി, അങ്ങ് കാണിച്ചോ. അത് തന്നെ കുറേ നിറച്ചിട്ടിട്ട്. അപ്പുറത്തുള്ളത് അത് വെണ്ടയ്ക്കയാണ്, അതുപോലെ ചുവന്ന ചീര. അതിൻ്റെ അപ്പുറത്ത് അത് പയറും. അപ്പോൾ നമ്മളിപ്പോൾ നനയ്ക്കാമെന്ന് ഓർത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല ചൂടാണ് വെള്ളത്തിന്. അപ്പോൾ അത് കാരണം മോട്ടർ അടിച്ചേക്കോ, ഇത് ഇച്ചിരി നേരം ഒന്ന് നിറഞ്ഞു പോട്ടേന്ന് ഓർത്താ. അപ്പോൾ നമ്മുടെ വെള്ളം ഓൾമോസ്റ്റ് തണുത്തുണ്ട്. അപ്പോൾ പയ്യെ നമുക്ക് നനച്ചു കൊടുക്കാം. അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ഈ പച്ചച്ചീര മാത്രം നമുക്ക് വേറൊരു ചട്ടിയും കൂടെ മേടിച്ച് അതിൻ്റെ അകത്തേക്ക് മാറ്റി നടാൻ നടത്തുക. കാരണം അത് നിറച്ചായി പോയിട്ടുണ്ട്. അത് ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി വിത്ത്. അപ്പോൾ നമുക്കത് മാത്രം അടുത്ത ദിവസം പോയിട്ടൊരു പുതിയൊരു ചട്ടി വാങ്ങിയിട്ട് മാറ്റി നടാം.